ഹലോ ഗൈസ്, ഞാൻ സുബാൻ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബൺ കഫേയാണ്, YMR നന്ദൻകോട്. സോ ഇന്നിവിടെ വരാൻ കാരണം എൻ്റെ നമ്മുടെ മുമ്പേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മേഘ ഐസ് ഹിയർ. അപ്പോൾ അങ്ങനെ മേഘനെ കാണാം. അതായത് മേഘ മാത്രമല്ല, ഇവിടെ നീരജും ഉണ്ട്. അപ്പോൾ ഇവിടെ വി ആർ ഹാവിങ് ഫുഡ് ആൻഡ് എനിത്തിങ്. എൻ്റെ ഫുഡ് ഇവിടെ വന്നു. ഐ ഓർഡർ ഒരു ബർഗർ, പിന്നെ മേഘയുടെ ഒരു ലോഡർ ഫ്രൈസ് വന്നു. സോ നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, കുറേ നാളായി നമ്മളെല്ലാവരും മീറ്റ് ചെയ്ത് കണ്ടിട്ട്. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വ്ളോഗാണ്. മേ ബി കുറേ നേരം ഒന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് ഒരു ഇതായിരിക്കും. നമ്മൾ കുറേ നാൾ കണ്ടുകൊണ്ട് നമ്മൾ വി ഹാവ് എ ലോട്ട് ഓഫ് സീരിയസ് ടോക്സ്, വി ഹാവ് എ ലോട്ട് ഓഫ് ജോക്സ്. ഇഫ് വി കുറേ എന്താ പറയുക, കുറേ ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് നേടാൻ കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്, ഒരു കോണ്ടൻറ്റൊക്കെ. അപ്പോൾ നേരെ നമുക്ക് ഫുഡ് കഴിക്കുന്ന റിവ്യൂവും അല്ലാത്ത എന്തെങ്കിലും ജോക്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം. ഓക്കെ. സോ ഇതാണ് എൻ്റെ ഫുഡ് ബർഗർ. കണ്ടോ, നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ആദ്യം എന്ത് ഒരു മീറ്റ് ബോൾ കഴിച്ചു കേട്ടോ, എങ്ങനെ ഉണ്ടോ. ഓക്കെ, കൊള്ളാം. മീറ്റ് ബോൾ കഴിച്ചു നോക്കെ, കൊള്ളാം. എനിക്കുണ്ട് രണ്ടെണ്ണം, കൊള്ളാം ഗൈസ്. അത് നീരജ് ഓർഡർ ചെയ്ത സാൻഡ്വിച്ച്. ഹലോ, നീ കഴിച്ചു നോക്കട്ടെ. ഇത് കൊള്ളാം, കൊള്ളാം ഗൈസ്. ചോദിക്കാം ഗൈസ്, ഇതാണ് എൻ്റെ ബർഗർ. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, കൊള്ളാമോ. കൊള്ളാം, അത് കൊള്ളാട്ടോ. ഇങ്ങനെ ആയിരിക്കില്ല എല്ലാ ആൾക്കാരും മാറുന്നത്. നമ്മളൊരു ഒരു വർഷം 1.5 വർഷം മുന്നേക്ക് എന്ത് ഫണ്ണായിരുന്നു. ഇപ്പം എല്ലാവരും കോർപ്പറേറ്റായി ഇതാണ് നമുക്ക് മേഘ ഓർഡർ ചെയ്ത ലോഡർ ഫ്രൈസ്. ഇതെല്ലാം എവിടെ ചിലവാട്ടോ, മുംബൈയിൽ നിന്ന് വന്നുകൊണ്ട് മുംബൈ ഡോളേഴ്സൊക്കെ ഇറക്കിയാണ് അവിടെ ചിലവിടത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ലോഡർ ഫ്രൈസ് കഴിച്ചു നോക്കട്ടെ. എല്ലാം കൊള്ളാം, 3 സാധനം കൊള്ളാം. സോ ഗുഡ്. നമ്മൾ ഏകദേശം അവിടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രാപ്പയിൽ ഒതുങ്ങാൻ വിചാരിച്ചു. കുറച്ച് ഫ്രാപ്പേസ് മേടിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഐസ് കോഫീസും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ ഗോയ്സ്. എന്നെ കണ്ടത് എന്നിട്ട് ഞാൻ പറഞ്ഞ കമ്പനിയോട് ജീവനോടുണ്ടോ കമ്പനി ആണോ, അപ്പോൾ ഓക്കെ ബസ്സിൻ്റെ കാര്യമാണോ, ശരി ഇന്നും അവർ എൻ്റെ ഞാൻ എന്തോ പിടിച്ചു വെച്ചിരിക്കണ പോലെ അവർ പോയി എൻ്റെ പേരറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ പേരറിഞ്ഞായിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പേരറിഞ്ഞൂടാ. സോ ഗൈസ്, നമ്മുടെ ഫ്രൈ പീസും കോൾഡ് കോഫീസൊക്കെ എത്തി. വാട്ട് ഇസ് ദാറ്റ്? ന്യൂട്ടെല്ല ഷേക്ക്. ഓക്കെ, ഗോട്ട് ഇറ്റ്. യെസ്, ന്യൂട്ടെല്ല ഷേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇത് എന്താണ്. ന്യൂട്ടെല്ല ഷേക്ക് ഇത് കണ്ടോ, ഐസ് ലാറ്റി ഉണ്ട്. പിന്നെ നീരജിന് വേണ്ടി എന്താ പറയുക, കണ്ണൂർ കോക്ടെയിലും ഉണ്ടല്ലോ. ഗ്യാസ് ഇങ്ങനെ കിട്ടി. നമ്മൾ ഇനി ഇത് കുടിച്ച് നോക്കാം. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ കഥകൾ വറക്കുമായിരുന്നു. അപ്പോഴാണ് ഇവന്മാർ ഇത് കൊണ്ടുവന്നത്. ഇത് കുടിച്ച് നോക്കട്ടെ ഗൈസ്. ഇത് കുടിച്ചോ. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റിൽ നമ്മുടെ സ്കൂൾ കഥകൾ പറഞ്ഞിട്ടിരിക്കുക. ആ കൂടെ ഭയങ്കര രസമാണ് നമ്മുടെ സ്കൂളിലേക്ക്. നമ്മൾ 3 പേര് സ്കൂൾ മേറ്റ്സാണ്. ക്രൈസ്റ്റ് നഴ്സിംഗ് സെക്കൻഡറി സ്കൂൾ തിരുവല്ലം, അവിടെ നമ്മൾ പഠിച്ചത്. ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യുകയാണ്. ഭയങ്കര രസമാണ്. സ്കൂൾ ലൈഫ് എല്ലാവർക്കും സെയിം ആയിരിക്കും, നോട്ട് എവരിബഡി, ബട്ട് നല്ല സ്കൂൾ കഥകളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര രസമായിരിക്കും. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എനിക്ക്. നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സും കുറേ നമ്മൾ ടീച്ചർമാരെ കുറ്റം പറയുന്നതായിരിക്കും മെയിൻലി. നമുക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചർമാരായിരിക്കും കുറ്റം പറയാം. നോട്ട് എവരിബഡി, കുറേ നല്ല ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. എന്നാലും കുറേ എന്തെങ്കിലുമൊക്കെ നമ്മൾ വഴക്ക് പറയാൻ വെറുതെ സ്റ്റാഫ് പഠിച്ച് നിർത്തുക, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി സൈൻ ഇട്ട് മേടിച്ചിട്ട് വരാൻ പറയാം. അങ്ങനെയൊക്കെ കുറേ ഇൻസിഡൻറ്റ് നമുക്ക് വരാറുണ്ട് പൊതുവെ. അതൊക്കെ വരും, നോർമലാണ്.
അങ്ങനെ നമ്മൾ കുറേ കഥകൾ പറയണം ഗൈസ്. മേഘയുടെ കഥകളുണ്ട്, നീരജിൻ്റെ ആയിട്ടുള്ള കഥകളുണ്ട്, എനിക്കും എൻ്റേതായിട്ടുള്ള കുറേ കഥകളുണ്ട്. അങ്ങനെ ഞാൻ എന്നെ മൈൻഡ് ചെയ്യില്ല, ഞാൻ മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഭയങ്കര അടിയാണ് മെൻ്റലി. മേഘ കുടിക്കുന്ന ഐസ് ലാറ്റെ അല്ലേ, ഐസ് കോഫിയാണ് ഗൈസ്. കൊള്ളാമോ? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ ന്യൂട്രല ഷേക്കാണ് പറയുന്നത്, നമുക്ക് അത് കുഴിച്ചോ. ഇതാണ് ന്യൂട്രല ഷേക്ക്. പക്ഷേ ഈ പുള്ളി ഒന്ന് പറഞ്ഞാൽ എന്തോ ന്യൂട്രല ലസ്സിന്നോ അങ്ങനെ എന്തോ നമുക്ക് ആർക്കും മനസ്സിലായി. എന്തോ പറഞ്ഞ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല. കുടിച്ചോട്ടെ ഗൈസ്, നോക്കണം. ഇത് കൊള്ളാം ന്യൂട്രല. എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ ന്യൂട്രല പറഞ്ഞത്. കൊള്ളാം. ചോദിക്കാം, അത് കൊള്ളാം ഗൈസ്. പക്ഷെ ഇവളുടേതും കൊള്ളാമെന്ന് പറഞ്ഞു. ഇത് ഐസ്ഡ് കോഫിയാണ്, ഇത് ന്യൂട്രല ഷേക്കാണ്. ഇതെന്തായിരുന്നു? ഇതേതായിരുന്നു? സ്പാനിഷ് ലാറ്റെ. അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു ഗൈസ്. നമ്മൾ രണ്ടുപേരും കൊള്ളായിരുന്നു. എങ്ങനെയും നീരജിന് കറങ്ങി തിരിഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും വരുന്നറിഞ്ഞ. അത് നൈസായിരുന്നു. അവൻ്റെ സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു. അവൻ്റെ ക്രീസ് ഇത് കൊള്ളാത്തതുകൊണ്ട് നീരജ് ഇവിടെ പഞ്ചസാര വെച്ച് ഇതിന് മിക്സ് ചെയ്ത് നോക്കാം. എന്താ തീരുവ നമുക്കിപ്പോൾ കാണാം ഗൈസ്. അത് കുടിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. അടുത്തെടുത്തിടുവാണ് ഗൈസ്. സത്യം, നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ ഫുൾ ഉണ്ടായിരുന്നു ആൾക്കാർ ഗൈസ്. ഇവിടെ ഫുൾ എൻ്റെ അറിവിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു. പക്ഷെ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ടുള്ള ആരും കാണത്തില്ല. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. 10:30 ഒന്നാണല്ലോ ഇപ്പം. സമയം എത്രയായി? 12:30 ഗൈസ്. ഇതുവരെ നമ്മൾ പോയിട്ടില്ല. 2.5 മണിക്കൂറായി. മിക്കവാറും ഇത് നമുക്ക് എഴുതി തരുമെന്നാണ്. ഇത് 10 മണിക്ക് വന്നു. ഇത് ഞാൻ മാത്രം ഇവിടെ 10 മണി, അതേ 9:45 വന്നിരിക്കുന്നതായി. ഞാൻ ലേറ്റ് ആണ് ഗൈസ്. ഞാൻ വന്നപ്പോൾ 10:30 കഴിഞ്ഞു. ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ നോക്കാം. സ്പാനിഷ് ലാറ്റായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കഴിക്കിട്ട് കുടിച്ചു നോക്ക് ഗൈസ്. ഐ മീൻ കുടിച്ചു നോക്കണം. നീ കൊള്ളാമെങ്കിൽ പറ. അതേ ഫീൽ തന്നെയാണോ ഇപ്പം അറിയാം. ഞാൻ ലെഫ്റ്റ് നോക്കിയപ്പോൾ ഇവൻ കണ്ണടച്ചിരിക്കണം. തൊട്ട് ഇവൻ കണ്ണടച്ചിരിക്കണം. അപ്പം എനിക്ക് മനസ്സിലായി ഇവർ പേടിയാണ്. ഞാൻ മൂന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ മൊത്തം നോക്കിയേ. അപ്പോൾ മൊത്തം ഇങ്ങനെ ഈ ഫീൽഡാണ് മൊത്തം. താഴെ ഇറങ്ങിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെങ്കിലും വിനീത് എന്നെ കണ്ണടച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ വീടിനടുത്ത് എല്ലാവരെയും വിളിച്ച് എന്നിട്ട് വീടിനടുത്ത് ചോദിച്ചു, ഇടോ അത് ഒറ്റപ്പൊളിയില്ല, മോളിപ്പോൾ നീ കണ്ട കടലൊക്കെ കണ്ടാന്ന് ചോദിച്ചു. കടൽ ഇടോ മൊത്തം നേരം കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ കടലില്ല. ബാംഗ്ലൂരിൽ കടൽ. അതെ അതെ ഗൈസ്, നമ്മളെല്ലാവരും പണിയെടുത്ത് പൈസ ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഗൈസ്. കടനക്കഥകൾ കേൾക്കാത്തോണ്ടാണ്. കടനക്കളികളോ? കടനക്കളികളല്ല ഗൈസ്, കടനക്കഥകൾ. ഗൈസ്, ആഫ്റ്റർ ഓൾ ദ മെസ് വി ഹാവ് ഡിഡ് നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. അതെ, ഇവർ ഉറങ്ങുവാണ്, നമ്മൾ ഉറങ്ങാം. സോ ഏകദേശം നമ്മളിവിടെ തന്നെ ഒരു 3 മണിക്കൂറിൽ നിന്നു. നമ്മൾ ഭാഗ്യം ഇവർ ഇറക്കി വിടാത്തത്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ്. നമ്മൾ പോവാണ്. മേഘയുടെ അച്ഛൻ വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം മേഘയും പോവും. ഇതായിട്ട് ഞാനും നീരജ് നമ്മളും രണ്ട് വഴിക്കായിട്ട് പോവും. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി മേഘ യാത്ര ആക്കട്ടെ. ഓക്കെ ഓക്കെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബൺ കഫേയിലേക്ക് വന്നു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഇറങ്ങുവാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഹഡിലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരയ്ക്കും സ്റ്റേ ട്യൂൺ. അണ്ടർ ദ ഇസ് ബൈ ഫ്രം സുബാൻസ്. ബ്ലുപ്പ് അടിക്കണം. ബ്ലുപ്പ്.